സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ ചർച്ച ഇന്ന് കൊച്ചിയിൽ നടക്കും. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനയുമായാണ് ഇന്നത്തെ ചർച്ച. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറും പങ്കെടുക്കും. 2023 ഓഗസ്റ്റിൽ സമിതി രൂപീകരിച്ചെങ്കിലും ഇതുവരെ തുടർ നടപടികളിലേക്ക് കടന്നിരുന്നില്ല. സംവിധായകൻ ഷാജി എൻ കരുണാണ് സമിതി അധ്യക്ഷൻ. അല്ലമീൻ നൽകും വിശദാംശങ്ങൾ. അല്ലമീൻ, എപ്പോഴായിരിക്കും ചർച്ചാ വിവരങ്ങൾ? ഇന്ന് 11 മണിക്ക് കൊച്ചിയിലാണ് യോഗം ചേരുന്നത്. വലിയ വിവാദങ്ങളും അനിശ്ചിതത്വമൊക്കെ ഈ സിനിമാ നയരൂപീകരണ സമിതിയുമായി ബന്ധപ്പെട്ട മുകേഷിന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിൽ അതിന്റെ നടപടികളൊക്കെ കുറച്ച് നീണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇനിയും അനന്തമായി നീണ്ടുപോകുമോ എന്നുള്ളൊരു ആശങ്കയും ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്ന് സർക്കാരും ചലച്ചിത്ര അക്കാദമിയും തീരുമാനിക്കുന്നു. ഇന്ന് ഏതായാലും 11 മണിക്ക് അതിന്റെ ആദ്യ യോഗം കൊച്ചിയിൽ ചേരുകയാണ്. വിവിധ മേഖലകളിൽ സിനിമാ രംഗത്തെ വിവിധ മേഖലകളിലെ ആളുകളുമായി സംസാരിച്ച് കൂടിക്കാഴ്ച നടത്തി അവരുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ സ്വരൂപീകരിച്ച് ഒരു നയം രൂപീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ പ്രാഥമിക നടപടി എന്നോണം ഇന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സുമായിട്ടാണ്, അവരുടെ പ്രതിനിധികളുമായിട്ടാണ് ഇന്ന് 11 മണിക്ക് യോഗം ചേരുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും. വരും ദിവസങ്ങളിലും മറ്റു സംഘടനകൾ, ഫെഫ്ക ഉൾപ്പെടെയുള്ള മറ്റു സംഘടനകളുമായുള്ള കൂടിക്കാഴ്ചയും നടക്കും. AMMയ്ക്ക് ഇപ്പോൾ ഭാരവാഹികൾ ഇല്ലാത്തതിനാൽ സംഘടനാ പ്രതിനിധികളുമായുള്ള യോഗം ഏതായാലും ഉടനെ ഉണ്ടായില്ല. AMMയിലെ തെരഞ്ഞെടുപ്പൊക്കെ നടത്തി പുതിയ ഭാരവാഹികൾ വന്നതിനു ശേഷമായിരിക്കും അവരുമായും ചർച്ച നടക്കുക. ഏതായാലും ഈ സിനിമാ കോൺക്ലേവിന് മുൻപായി ഒരു ഡ്രാഫ്റ്റ്, ഒരു കരട് തയ്യാറാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. വിവിധ സംഘടനകളുമായി ഈ കൂടിക്കാഴ്ച നടത്തി ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം അത് സിനിമാ കോൺക്ലേവിൽ അവതരിപ്പിക്കും. അവിടെ ഉയർന്നു വരുന്ന മറ്റു ചർച്ചകളുടെയും അഭിപ്രായങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിശദമായ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒരു പരിഗണനയ്ക്കും അവരുടെ അഭിപ്രായത്തിനും വിടും. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു സിനിമാ നയം സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ കോൺക്ലേവ് എപ്പോൾ ചേരുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയങ്ങൾ നിലനിൽക്കുന്നത്. നവംബർ ഡിസംബർ സമയത്തൊരു ഏകദേശ സമയം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ അത് നീണ്ടുപോകാനുള്ള സാധ്യത വേണമെങ്കിൽ ഒരുപക്ഷെ അടുത്ത ജനുവരിയിലേക്ക് നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. അത് ഈ നയരൂപീകരണ സമിതി വിവിധ സിനിമാ സംഘടനകളുമായി നടത്തുന്ന ചർച്ചകളുടെയും കൂടിക്കാഴ്ചകളുടെയും കൂടെ പശ്ചാത്തലത്തിലായിരിക്കും ഈ കോൺക്ലേവിന്റെ തീയതി സംബന്ധിച്ച് ഒരു ഔദ്യോഗിക തീരുമാനം, ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതായിരുന്നാലും അതിന്റെ പ്രഥമ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പ്രതിനിധികളും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും പ്രതിനിധികൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ ഈ യോഗത്തിൽ അറിയിക്കുകയും ചെയ്യും. ബി ഉണ്ണികൃഷ്ണനും പത്മപ്രിയയും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിപരമായ അസൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ബി ഉണ്ണികൃഷ്ണനും പത്മപ്രിയയും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തേക്കില്ല. ഒപ്പം മുകേഷിനെ നേരത്തെ യോഗത്തിൽ നിന്ന് ഈ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹവും ഉണ്ടാകില്ല. മറ്റ് 7 അംഗങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ലഭിക്കുന്നത്. 11 മണിക്ക് എറണാകുളത്താണ് ആദ്യ യോഗം ചേരുക. ശ്രുതി തുളസി. ശരി, അല്ലമീനാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.